ശരിക്കും നിങ്ങളൊന്ന് പോയപ്പം വിചാരിച്ചിരുന്നോ അങ്ങനെയൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ നാളെ ഇതൊരു സിനിമയാകും എന്നൊക്കെ വിചാരിച്ചിരുന്നോ? വിവരം എന്ന് പറയുന്ന സാധനം ലെവലേശം തീണ്ടിയിട്ടില്ല. റിയൽ ലൈഫ് മഞ്ഞുമൽ ബോയ്സ് ആണ് ആ നിൽക്കുന്നത്. അവരെടുത്ത് ജാങ്കോ സ്പേസിൻ്റെ ആങ്കർ പോയി ചോദിച്ച ചോദ്യമാണ്. ആങ്കർ വേറെ ആരുമില്ല, ആരാട്ടാണ് ഈയിടെ ഒരു ആങ്കറിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവരാണ് ആ പോയി ചോദിച്ചത്. നിങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ ടൂറിന് പോയത്? ഗുഹയ്ക്കകത്ത് വീഴുമെന്നു, അത് 17 കൊല്ലം കഴിഞ്ഞ് സിനിമയാവും എങ്കിൽ നമുക്കൊന്ന് ടൂറ് പോയേക്കാം, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ നിങ്ങൾ ടൂറ് പോയത്? എന്ത് വിവരമുണ്ട് ഇവക്ക്, എന്ത് വിവരമുണ്ട്? വിവരക്കേടിൻ്റെ മൂർത്തിഭാവം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മഞ്ഞുമൽ ബോയ്സ് അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയിട്ട് ഹിറ്റാകും, ഉറപ്പാണ്. ഹിറ്റായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തുനിന്നും എല്ലാ സ്ഥലത്തുനിന്നും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, ആവശ്യമുള്ളവർ കയറി കാണാം. അടിപൊളി പടം, എനിക്കിഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓൺലൈൻ മീഡിയാസ്, വെറൈറ്റി മീഡിയ, ജാങ്കോ സ്പേസ്, അതുപോലുള്ള പല ഓൺലൈൻ മീഡിയാസും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറ്റത്തരമുണ്ട്. ഇപ്പോൾ റിയൽ ലൈഫ് മഞ്ഞുമൽ ബോയ്സ് ആണ് നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം ഈ സിനിമ കണ്ടവർക്ക് ആരാണ് ഇവരുടെ റിയൽ ലൈഫിൽ ഇവരാരൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട്. കണ്ടവർക്കും കാണാത്തവർക്കും ഉണ്ടാവും. സോ ഈ മീഡിയക്കാർ ഇവരെടുത്ത് ചെന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഇപ്പം സൗബിൻ്റെ ക്യാരക്ടർ ചെയ്ത ആളെടുത്താണെങ്കിലും അതുപോലെ ശ്രീനാഥ് ബാസയുടെ ക്യാരക്ടർ ചെയ്ത ആളെടുത്താണെങ്കിലും പോയി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഓരോ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം എടുത്തിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ സിനിമയുടെ സ്റ്റോറി ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. റിയൽ ലൈഫ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന അവർ സിനിമ, അവരുടെ ലൈഫ് സിനിമയായ ഒരു എക്സൈറ്റ്മെൻറ്റ് നിൽക്കുകയാണ്. സോ അന്നേരം അവർ ചിലപ്പം ഇങ്ങനെ വാചാലമായെന്ന് വരാം, അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞെന്ന് വരാം. പക്ഷെ ആ പറയുന്നത് ഭയങ്കര റോങ് ആണ്. സിനിമയുടെ കഥ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം അറിയാലോ, സർവൈവൽ ത്രില്ലർ എന്ന് പറയുന്നൊരു ജോണറിലാണ് ഈ ഒരു പടം ഇറങ്ങിയിരിക്കുന്നത്. അന്നേരം ഈ സർവൈവൽ ത്രില്ലർ നമുക്കറിയാം, കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഒരാൾ പോയി എവിടെയെങ്കിലും പെടുന്നു, അവിടുന്ന് സർവൈവ് ആയി തിരിച്ചു വരുന്നു. ഓക്കെ, അതാണ് സർവൈവൽ ത്രില്ലർ. ഈ ഒരു ജോണറിന് ഒരു എമണ്ടൻ കഥയുടെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാലും അതിനകത്ത് കൊണ്ടുവരുന്ന കുറേ ഇമോഷൻസ്, കുറേ കാര്യങ്ങളുണ്ട്. ആ ഇമോഷൻസ് ഒക്കെയാണ് ആ സിനിമയുടെ സോൾ എന്ന് പറയുന്നത്. ആ ഒരു സാധനത്തെ വെച്ചുകൊണ്ടാണ് ഇവർ ഓരോ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കൊടുക്കുന്നത്. അന്നേരം മറ്റൊരു അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള മറുപടിയും പറയുന്നുണ്ട്. ആ മറുപടി എന്ന് പറയുന്നത് ആ സിനിമയുടെ കഥയാണ്, ആ സിനിമയിൽ അനുഭവിച്ച ഇമോഷൻസാണ്. ഇതെല്ലാം കാണുന്ന പ്രേക്ഷകർ ആ സിനിമ ചിലപ്പം പോയി കാണുമ്പം അവർക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും ഇല്ലാതെ ഒരു പ്ലെയിൻ മൈൻഡ്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞ് സാധനമാണെന്നുള്ള രീതിയിൽ ഇത് കാണേണ്ടി വരും. അല്ലെങ്കിൽ ചിലർ ചിന്തിക്കാം, ഓക്കെ ഇതാണല്ലേ സ്റ്റോറി, ഇനിയിപ്പോൾ ഞാൻ സിനിമ കാണാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. സോ അങ്ങനെ ഈ ഒരു റീസൺ കാരണം, നമ്മുടെ ഓൺലൈൻ മീഡിയാസ് കാരണം നല്ലൊരു ശതമാനം ടിക്കറ്റ്സ് ഈ ഒരു സിനിമയ്ക്ക് കുറയാൻ ചാൻസ് കൂടുതലാണ്. സാധാരണ നമ്മൾ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ വീഡിയോസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത്. പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് വീഡിയോസ് വെക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാനും ആ ഒരു സ്പോയിലറിൻ്റെ ഭാഗമായി പോകും. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവർ റിയൽ ലൈഫ് മഞ്ഞുമൽ ബോയ്സിൻ്റെ കൂടെ ആയിരുന്നു കുറേ കാലം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇവർ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെയുള്ള ചോദ്യം വരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമയുടെ കഥ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ ഇവർ കൊടുക്കേണ്ടതായിരുന്നു. ഈ റിയലായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് അവർ വന്നിട്ട് അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഫുൾ അങ്ങ് പറയുകയാണ്, ഫുൾ സ്റ്റോറി പറയുന്നുണ്ട്. കാര്യം വെച്ചാൽ അവരുടെ സ്റ്റോറിയാണ്, അവർക്ക് പറയാനുള്ള ഇതുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സിനിമയുടെ ബിസിനസ് എന്നുള്ള രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ആ സ്റ്റോറി പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നെങ്കിൽ ആ ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ പ്രോപ്പറായിട്ട് ഇവരുടെ അടുത്ത് പറയണമായിരുന്നു. മീഡിയാസ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറി ഡിസ്ക്ലോസ് ആവുന്ന രീതിയിൽ നിങ്ങൾ മറുപടി കൊടുക്കരുതെന്ന്. സോ ഓൺലൈൻ മീഡിയാസ് ഇപ്പം അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു സിനിമയെ, നല്ലൊരു സിനിമയെ നശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ലൊരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെയാണ് എനിക്കിത് കാണുമ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. സോ പിന്നെ ഈ ഓൺലൈൻ മീഡിയാസിന് ഒരു കാര്യം കൂടെ ചെയ്യാം. ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ തുടക്കം തന്നെ പറയാം, ഇതിനകത്ത് സ്പോയിലേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ടൈറ്റിലിനകത്ത് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സിനിമ ആ ഒരു വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നായിട്ട് എന്തെങ്കിലും ഒരു വാർണിംഗ് സൈൻ എന്തെങ്കിലും കൊടുക്കുക, സ്പോയിലേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്താലും വേണ്ടിയില്ലായിരുന്നു. അത് സ്പോയിലേഴ്സിനെ പറ്റി ഒരു അക്ഷരം പോലും അവർ ആ ഒരു വീഡിയോസിനകത്ത് പറയുന്നില്ല. സോ ഭയങ്കര മോശമാണ് ഈ ഒരു പ്രവണത. സിനിമയെ നല്ല രീതിയിൽ ബാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കുറച്ച് നേരത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പരിപാടി അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ ഇവരുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഇൻ്റർവ്യൂസ് ഒന്നും കാണാതിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണാനുള്ളൊരു മൂഡ് പോകും. സിനിമ കണ്ട് കഴിഞ്ഞിട്ട് വന്ന് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വരും. ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിങ്സ് അത് കാണുമ്പോൾ കിട്ടും.